കണ്ണൂരിൽ കോൺഗ്രസിന് ഇരുട്ടടി വിമത നീക്കവുമായി സുധാകര പക്ഷം. ഇരിക്കൂറും പേരാവൂരും വിമതർ മത്സരിക്കും. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സമാന നീക്കങ്ങളുണ്ട്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ജോസഫ്, നമുക്കറിയാം കണ്ണൂരിനെ സംബന്ധിച്ച് കെ സുധാകരന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വിമത നീക്കവുമായി സുധാകര പക്ഷം മുന്നോട്ട് പോകുമ്പോൾ UDF-ന് കോൺഗ്രസിന് അത് വലിയ തലവേദനയാവും. അശ്വതി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ DCC നേതൃത്വമുള്ളത്. സുധാകര പക്ഷം കടുപ്പിക്കുകയാണ്. ഇരിക്കൂറിലും പേരാവൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലുമെല്ലാം ഇത്തരത്തിൽ വിമത നീക്കം സജീവമാക്കി സുധാകര പക്ഷം മുന്നിട്ടിറങ്ങുകയാണ്. സീറ്റ് നിഷേധിക്കുന്നതിൽ സണ്ണി ജോസഫിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും അടക്കം ഈ പ്രവർത്തകർ ഒന്നടങ്കം ആരോപിക്കുന്നത്. കെ സുധാകരനെ ഇല്ലായ്മ ചെയ്യുവാൻ ചില നേതാക്കൾ ബോധപൂർവമായി ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ നിർദ്ദേശിച്ച പേരുകളിലൊന്ന് അമൃത രാമകൃഷ്ണന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും അതുപോലെ തന്നെ റിജിൽ മാക്കുറ്റിയുടെയുമായിരുന്നു. പക്ഷേ ഈ മൂന്ന് പേരുകളും നിരുപാധികം വെട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിയത്? കെ സുധാകരനെ ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സുധാകരനെ അപമാനിച്ചിറക്കി വിട്ടു എന്നുള്ള വലിയ രീതിയിലുള്ള വിഷമവും ഈ പ്രവർത്തകർക്കിടയിലുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹമാണ് കെ സുധാകരൻ. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തുകയും തീപിടിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അങ്ങനെ കെ സുധാകരനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ചിന്തിക്കാൻ കൂടി കഴിയുന്നതല്ല. പക്ഷേ ചിലരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ കെ സുധാകരനെ അടിച്ച് ഏൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരനെ അടിച്ചമർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം സംജാതമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം കെ സുധാകരന് അണികളുടെ പിന്തുണയുണ്ട്. നേതാക്കളുടെ പിന്തുണയില്ലെങ്കിലും അണികളുടെ പിന്തുണയുണ്ട്. അത് തന്നെയാണ് കെ സുധാകരന്റെ ബലവും. അതുതന്നെയാണ് കെ സുധാകരൻ സമ്മർദ്ദ തന്ത്രങ്ങൾ നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നതിന്റെ പ്രധാന കാരണം. എന്തായാലും കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി അത് ചെറുതല്ല. അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ഇരുട്ടിലാഴ്ത്തുന്നു, കോൺഗ്രസിനെ ഭയാശങ്കയിലാഴ്ത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സണ്ണി ജോസഫ് അടക്കം സജീവ് ജോസഫ് അടക്കം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ പയ്യന്നൂരും തളിപ്പറമ്പും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള ഒരു UDF-ന്റെ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം മുതലാക്കി സുധാകര പക്ഷം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെയുള്ള വലിയ തിരിച്ചടിയായിരിക്കും സുധാകര പക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി കെ സുധാകരൻ കോൺഗ്രസിന് നൽകിയിരിക്കുന്ന സംഭാവന അത് ചെറുതൊന്നുമല്ല. അത് ഈ കണ്ണൂരിലെ പാർട്ടിയെ വളർത്തുന്നതിനും ഇത്തരത്തിൽ പിടിച്ചു നിർത്തുന്നതിനും തിരിച്ചടി നൽകുന്നതിനും ഇത്തരത്തിൽ കോൺഗ്രസുകാർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി നൽകിയ ഒരു മനുഷ്യനാണ് കെ സുധാകരൻ. ആ ഐഡന്റിറ്റി ഉണ്ടാക്കിയ ആ മനുഷ്യനെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചതിക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും ഉന്നയിക്കുന്നത്. കെ സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം അണികളാണ് ഏറ്റവും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കെ സുധാകരനേക്കാൾ അണികൾ ആവശ്യപ്പെടുന്നതാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ളത്. അതുമാത്രമല്ല ഇതിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് TO മോഹന്റെ പേരാണ്. TO മോഹനൻ കെ സുധാകരൻ. ജോസഫ്, കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്ത് നിലപാട് കെ സുധാകരൻ സ്വീകരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തനിക്ക് തന്റെ വഴി സ്വന്തമായി പാർട്ടി രൂപീകരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കെ സുധാകരന് കടക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാൽ കൂടിയും കെ സുധാകരന് സ്വന്തമായി അണികളുടെ പിൻബലമുണ്ട്. അങ്ങനെ ആ അണികളുടെ പിൻബലത്തിൽ കെ സുധാകരന് കണ്ണൂർ ജില്ലയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വതന്ത്രമായി മത്സരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാനൊക്കെ കെ സുധാകരന് സാധിക്കും. അതിനെ വിജയിപ്പിച്ചെടുക്കാനും കെ സുധാകരന് ഒരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള സംഘടനാ ബലവും അതുപോലെ തന്നെ ആൾബലവും പണബലവും പവർ ബലവും എല്ലാം തന്നെ ഇത്തരത്തിൽ കെ സുധാകരനുണ്ട് എന്നതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നത്. എന്തായാലും കെ സുധാകരന്റെ നീക്കങ്ങളെ UDF-ഉം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. എന്തായിരിക്കും കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുള്ള ആകാംക്ഷ കേരളത്തിലെ മാത്രമല്ല പൊളിറ്റിക്സ് നോക്കുന്ന എല്ലാവരും, രാഷ്ട്രീയം നോക്കുന്ന എല്ലാവരും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. CPM-ഉം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയത പ്രശ്നങ്ങൾ മുതലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ പിന്നിലായിരുന്ന
പ്രചരണ പരിപാടികൾ പിന്നിലായിരുന്നു CPM. ഇപ്പോൾ ഒരു പടി മുന്നിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിൽ കടുത്ത വിഭാഗീയത രൂപപ്പെട്ടതോടുകൂടി കണ്ണൂരിൽ തന്നെ പ്രചരണ രംഗത്ത് ഏറെ മുന്നിൽ പോയിട്ടുണ്ട്. ഇതിനിടയിൽ പേരാവൂർ മണ്ഡലം ഇപ്പോൾ ഏറ്റവും ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് സണ്ണി ജോസഫിനെതിരെ മത്സരിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിയായി സണ്ണി ജോസഫിന്റെ അനിയനായിട്ടുള്ള ഷാജി വി ജോസഫ് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പേരാവൂർ മണ്ഡലത്തിൽ മത്സരം കടുകടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സണ്ണി ജോസഫിന് നിഷ്പ്രയാസമായി ഇത്തരത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ മണ്ഡലത്തിൽ KK ശൈലജയെ പോലെ അധികാരികയായി തുടരുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സഹോദരൻ, അതുകൂടാതെ കെ സുധാകര പക്ഷം ഉയർത്തുന്ന ഒരു വെല്ലുവിളി, അങ്ങനെ സണ്ണി ജോസഫിന്റെ കാര്യത്തിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നേതൃത്വത്തിനുണ്ട്. എന്തായാലും ഈ കെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസിന് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരന്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇന്ന് കടക്കില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിൽ നിന്ന് മടങ്ങും. അതിനുശേഷം പ്രചരണ പരിപാടികളിൽ ശക്തമാകില്ല, പ്രചരണ പരിപാടികൾക്ക് താൻ ഇല്ല എന്നുള്ളൊരു നിലപാടായിരിക്കും കെ സുധാകരൻ സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കുക എന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.